JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC റദ്ദാക്കിയ 10th പ്രിലിമിനറി പരീക്ഷയുടെ ഡേറ്റിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ആ ആശങ്കയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 10th പ്രിലിമിനറി പരീക്ഷ ആകെ മൊത്തം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു പരീക്ഷയായിരുന്നു അല്ലേ. ജൂലൈ 18 ഉച്ച കഴിഞ്ഞ് നടത്തിയ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന ആരോപണത്തിലൂടെ പരീക്ഷ റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ ആ പരീക്ഷ എന്നത്തേക്കാണ് നടത്തുക എന്നും അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 നിശ്ചയിച്ചിരുന്ന പരീക്ഷ സ്റ്റേജ് 3-4 പരീക്ഷയും റദ്ദാക്കുമോ എന്നിങ്ങനെയുള്ള വളരെയധികം ആശങ്കയോടെയാണ് ഉദ്യോഗാർത്ഥികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആശങ്കയൊക്കെ തന്നെ തീർത്തുകൊണ്ട് തന്നെയാണ് പുതിയ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പരീക്ഷയുടെ രണ്ടാം ഘട്ടവും അതായത് ലച്ചനത്തൂർ സ്കൂളിലെ പരീക്ഷയും ഉദ്യോഗാർത്ഥികളുള്ള പുനഃപരീക്ഷയും ഓഗസ്റ്റ് 22 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെ നടത്താനായിട്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ജൂലൈ 18 1:30 മുതൽ 3:05 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷയാണ് റദ്ദാക്കിയത്. അന്നേ ദിവസം രാവിലെ 10 മുതൽ 15:30 വരെ നടന്ന ആലപ്പുഴ ജില്ലയിലെ ലജനസ്തൂർ മുഹമ്മദീയ HSS സ്കൂൾ സെന്റർ 2 നടന്ന പരീക്ഷയും റദ്ദാക്കിയിരുന്നു. 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയാണ് റദ്ദാക്കിയത്. പരീക്ഷയുടെ രണ്ടാം ഘട്ടവും ലജനസ്തൂർ സ്കൂളിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷയും ആഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ 12:05 വരെ നടത്താൻ വേണ്ടിയിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗസ്റ്റ് 22 അന്നേ ദിവസം നടത്താനിരുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ പരീക്ഷയാണ് നവംബർ 21 മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിശദമായ കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ നിങ്ങൾക്ക് PSC വെബ്സൈറ്റ് വഴി അറിയാൻ കഴിയുന്നതാണ്. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിക്കുമെന്നും PSC അറിയിച്ചിട്ടുണ്ട്. വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിലേക്ക് 18 ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരുന്ന രണ്ടാം ഘട്ട പരീക്ഷയാണ് റദ്ദാക്കിയത്. ആലപ്പുഴയിലെ ലച്ചനത്തൂർ മുഹമ്മദീയ സ്കൂളില് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ മാറി നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി. 10 ഹാളുകളിൽ 200 വിദ്യാർത്ഥികളാണ് ലച്ചനത്തൂർ മുഹമ്മദീയ ഹയർ സെക്കൻഡറി സ്കൂളില് ഈ സെന്ററിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതിൽ 166 പേരാണ് പരീക്ഷയ്ക്ക് ഹാജരായത്. പരീക്ഷയുടെ ഒന്നാം ഘട്ടം റദ്ദാക്കിയിട്ടില്ലെങ്കിലും ചോദ്യപേപ്പർ മാറി ലഭിച്ച 166 പേർക്ക് പുനഃപരീക്ഷ നടത്തുമെന്നും PSC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് സംശയത്തിന്റെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെ പുനഃപരീക്ഷ നടത്തുമെന്നും PSC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠനങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.